നമുക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കമ്മീഷൻ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ കേന്ദ്രം തരേണ്ട BGF 817.80 കോടി രൂപയാണ്. ഇത് നമുക്ക് ഗ്രാൻഡായി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു മറുപടി ലഭിച്ചിട്ടുണ്ട്. അത് ഗ്രാൻഡായി നൽകാനാവില്ല, ലോണായി മാത്രമേ അനുവദിക്കാൻ കഴിയൂ എന്ന് മാത്രമല്ല, അതിൻ്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ പറയുമ്പോൾ അവർക്ക് 20% ലാഭവിഹിതവും അവർ കൊടുക്കണം. അതോടൊപ്പം തന്നെ 12,000 കോടി രൂപയോളം തിരിച്ചടയ്ക്കേണ്ടതായി വരും എന്നുള്ളതാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ എംപവേർഡ് കമ്മിറ്റി ഈ BGF നമുക്ക് തരുന്നതിന് വേണ്ടി ശുപാർശ ചെയ്തിരുന്നതാണ്. അതിൽ പിന്നീടാണ് ഇതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ലോണാക്കി മാത്രമേ പരിഗണിക്കൂ എന്ന രൂപത്തിൽ പറഞ്ഞു. അതും തിരിച്ചടവിന് പറയുന്നത് NBV ആണ്. അപ്പോൾ ആ തരത്തിൽ തിരിച്ചടക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ രൂപത്തിലുള്ള ബാധ്യതയാണ് സൂചിപ്പിച്ച 12,000 കോടി രൂപയോളം വരാം എന്ന് സൂചിപ്പിച്ചത്. അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് കൊടുക്കുമ്പോൾ 1,240 കോടി രൂപ കൊടുത്തിട്ടുള്ളത് തികച്ചും ഗ്രാൻഡായി തന്നെയാണ്. അത് ലോണിൻ്റെ യാതൊരു ഉപാധിയുമില്ല. അപ്പം നമ്മുടെ സംസ്ഥാനത്തോട് വിവേചനാപരമായൊരു സമീപനം സ്വീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ദേശീയ പ്രാധാന്യമുള്ളൊരു തുറമുഖമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനോടകം തന്നെ വിഴിഞ്ഞം ശ്രദ്ധേയമായി. ഇപ്പോൾ ട്രയൽ റണ്ണിൻ്റെ പീരീഡിൽ തന്നെ 70 കപ്പലുകൾ വന്നു. 1,47,000 കണ്ടെയ്നർ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. അത് ലോകപ്രശസ്തി ആർജിച്ചിട്ടുള്ള ദക്ഷിണേഷ്യയിൽ ആദ്യം വന്ന ഷിപ്പ് ഉൾപ്പെടെ നിരവധി ഷിപ്പുകളാണ് വന്നു പോയത് എന്നുള്ളത് അഭിമാനകരമാണ്. ഇപ്പോൾ അതിൻ്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മദ്രാസ് IIT നമുക്ക് കൈമാറുകയും ചെയ്തു. കമ്മീഷൻ ഡേറ്റ് നമ്മൾ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ തന്നെ ക്ഷണിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ BGF തരേണ്ട സമയം കൃത്യമായി നമ്മൾ തരാതിരുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് ഇതുപോലെ കത്തയക്കുകയും ആ കത്തിനിപ്പോൾ ഇതുപോലുള്ള മറുപടി വരികയും ചെയ്തത്. ഇത് അങ്ങേയറ്റം നമ്മളോട് കാണിക്കുന്ന വിവേചനാപരമായൊരു സമീപനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് കേന്ദ്രം ഇത് തരേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം തുടർന്നും സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇല്ല, കമ്മീഷനിങ്ങിൽ ഇതിനൊന്നും ബാധിക്കില്ല. കാരണം ഇപ്പോൾ പണി തീർന്നല്ലോ. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇപ്പം തന്നെ മദ്രാസ് IIT അവരുടെ ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ കർപ്പയ്യ എന്ന ടീം വന്നിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കൈമാറി. അതോടുകൂടി നമുക്ക് കമ്മീഷൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും വന്നു കഴിഞ്ഞു. അതിനിവർ തടസ്സം. അതോടൊപ്പം തന്നെ നമ്മുടെ 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം 2028 പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സപ്ലിമെൻ്ററി എഗ്രിമെൻ്റ് നമ്മൾ സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷേ അതേസമയത്ത് നമുക്ക് അർഹതപ്പെട്ടതാണ് ഈ BGF. അത് തരാതിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ രംഗത്തുള്ള വിഷമകരമായ സാഹചര്യം. നമ്മളോട് വിവേചനാപരമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. അല്ല, ഇതിനുള്ളൊരു പ്രാധാന്യം ഇത് കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന ഒരു വരുമാനത്തെ സംബന്ധിച്ച് അവർ മറച്ചു പിടിക്കുന്നു. കസ്റ്റംസിൻ്റെ 1 രൂപ വരുമ്പോൾ 60 പൈസ കേന്ദ്ര ഗവൺമെൻറ് കിട്ടുമെങ്കിൽ നമുക്ക് 3 പൈസയേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വരുമാനം ആർക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്? മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ 75% നമ്മുടെ ചരക്ക് ഗതാഗതം കൊളംബോയിലാണ് നിർവഹിക്കുന്നതെങ്കിൽ സമീപകാല ഭാവിയിൽ വിഴിഞ്ഞത്തിൻ്റെ കമ്മീഷനിങ്ങോടുകൂടി ആ 75% വിഴിഞ്ഞത്ത് വരികയാണ്. അപ്പോൾ ഇവിടെ വരുന്ന രൂപത്തിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ആയിരുന്നാലും മറ്റു രൂപത്തിലുള്ള GST ആയിരുന്നാലും ഇതിലെല്ലാം വീതം കേന്ദ്രത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രത്തിന് ഈ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുണ്ടാകാൻ പോകുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ്. കേരളം തന്നെയാണ് തുറമുഖം നിർമ്മിച്ചതെങ്കിലും വരാൻ പോകുന്ന സാഹചര്യം എന്തുകൊണ്ട് കേന്ദ്രം അത് കാണാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞു, ലാഭവിഹിതത്തിൻ്റെ 20% ഒരു തരത്തിലും കാരണം ഇതുവരെ പടക്കിയിട്ടുള്ള നമ്മുടെ 1 രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ് ഇല്ല. ഇപ്പം നമ്മൾ മടക്കിയിട്ടുള്ള 2,150.30 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രമാണ്. ബാക്കിയുള്ളത് അദാനിയുമായി ബന്ധപ്പെട്ടതും. അപ്പോൾ ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 രൂപ പോലും കേന്ദ്രത്തോട് നമ്മൾ വാങ്ങിയിട്ടില്ല, ഒരു മുടക്കിയിട്ടുമില്ല. അപ്പോൾ പിന്നെ ലാഭവിഹിതം 20% വേണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനവും നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ തൂത്തുക്കുടി തുറമുഖമായിട്ടുള്ളൊരു താരതമ്യം പറയുന്നത്, പക്ഷേ അങ്ങനെ തൂത്തുക്കുടി തുറമുഖത്തിൽ കേന്ദ്രത്തിന് നേരിട്ടുള്ള ഇടപെടലുണ്ട് എന്ന തരത്തിലൊക്കെയാണല്ലോ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, സംസ്ഥാനത്തെ അപ്പോൾ പ്രത്യേകമായി വിവേചനത്തോടു കൂടി കാണുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. രാജ്യത്ത് വരുന്ന ഏത് വികസനോന്മുഖ പ്രവർത്തനങ്ങളെയും ഒന്നായി കാണാനുള്ള
വീക്ഷണം കേന്ദ്ര ഗവൺമെൻറ്റിന് ഉണ്ടാവേണ്ടേ? നമ്മൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലേ? അപ്പോൾ രാജ്യത്ത് പ്രത്യേകിച്ച് ഇതിനുണ്ടാകുന്ന നേട്ടം കേരള സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പ്രശ്നമല്ല. രാജ്യത്തിനാകെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. ഞാൻ സൂചിപ്പിച്ചു, മുമ്പ് രാജ്യത്ത് വന്നുകൊണ്ടിരുന്ന ചരക്ക് ഗതാഗതത്തിൻ്റെ 75% കൊളംബോയിലാണ് നിർവഹിക്കുന്നതെങ്കിൽ അതെല്ലാം വിഴിഞ്ഞത്ത് നിർവഹിക്കാൻ കഴിയുന്നതോടുകൂടി രാജ്യത്തിനുണ്ടാകുന്ന അഭിമാനകരമായ നേട്ടം. ഇപ്പോൾ വന്ന മുഴുവൻ കണ്ടെയ്നറുകളും കൽക്കട്ടയ്ക്കായിരുന്നാലും മുംബൈക്കായിരുന്നാലും ഗുജറാത്തിലായിരുന്നാലും പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ വിഴിഞ്ഞത്തു നിന്നാണ്. ആ രൂപത്തിലേക്ക് ട്രയൽ റൺ തന്നെ വന്നിരിക്കുന്നു. ഇതുവരെ ദക്ഷിണേഷ്യയിൽ വരാത്ത ഷിപ്പ് ഉൾപ്പെടെ MSCയുടെ നിരവധി കപ്പലുകൾ ഏതാണ്ട് 400 മീറ്റർ നീളവും 60 മീറ്ററിലേറെ വീതിയും 16.40 ആഴമുള്ള വലിയ ഷിപ്പ് ഉൾപ്പെടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏത് ഷിപ്പിനും വരാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ വിഴിഞ്ഞത്തിനുണ്ട് എന്നുള്ള പശ്ചാത്തല സൗകര്യമാണ് നമുക്കുള്ളത്. ആ നേട്ടങ്ങൾ എന്തുകൊണ്ട് കേന്ദ്രം കാണുന്നില്ല എന്നുള്ളതാണ് ഗൗരവമേറിയ പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണുന്നത്. അല്ല, ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ സംശയിച്ചാൽ അവരെ തെറ്റു പറയാനില്ല. ഇപ്പോൾ വയനാടിൻ്റെ പ്രശ്നം എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, എത്രയോ വലിയ വിഷമം നമ്മൾ അഭിമുഖീകരിച്ചതാണ് വയനാടിൻ്റെ പ്രശ്നം. നമുക്കുണ്ടായ ദുരന്തം സമാനതകളില്ലാത്തതാണ്. ദുരന്തം പെയ്തിറങ്ങിയ ഒരു സന്ദർഭം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ കണ്ട് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം. അതേസമയത്ത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു ചുഴലിക്കാറ്റുണ്ടായി. ആ കാറ്റ് അതിൻ്റെ ഗതി അടങ്ങുന്നതിന് മുമ്പേ അവർക്ക് 999 കോടി രൂപ കൊടുത്തല്ലോ. ത്രിപുരയ്ക്ക് കൊടുത്തല്ലോ. 3000 പരം കോടി രൂപ ആന്ധ്രാപ്രദേശിനും ചേർന്ന് കൊടുത്തല്ലോ. അവർക്കൊന്നും ഇത്ര നാശനഷ്ടം ഉണ്ടാവുകയോ വലിയ ദുരന്തം ഉണ്ടാവുകയോ ഇത്രയും ആൾ മരിക്കുകയോ ഒന്നും സംഭവം ഉണ്ടായില്ല. അപ്പോൾ വ്യത്യസ്ത രൂപത്തിൽ സംസ്ഥാനങ്ങളോട് BJP ഇതര ഗവൺമെൻറ്റുകളോടൊക്കെ എടുക്കുന്ന ഒരു സമീപനത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് ഈ പല കാര്യങ്ങളുമായി കേരളത്തെ ബന്ധപ്പെടുത്തി എടുക്കുമ്പോൾ കാണാൻ കഴിയും. അത് വയനാട് ദുരന്തത്തിൻ്റെ നമുക്ക് കിട്ടേണ്ട അർഹതയായിരുന്നാലും ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ VGF ആയിരുന്നാലും ഇത്തരം കാര്യങ്ങളെല്ലാം വിവേചനാപരമായ സമീപനം സ്വീകരിക്കുന്നു. അതാണ് നമ്മുടെ പ്രതിഷേധം നമ്മൾ സൂചിപ്പിക്കുന്നത്. അത് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിലീപിൻ്റെ. അത് കൃത്യമായി ദേവസ്വം ബോർഡ് പരിശോധിച്ച് ആ കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കും. സമാനം ആവശ്യപ്പെട്ട് കത്ത് കൊടുക്കും.